കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകെ നിധി ആ വീടിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു. സുഭാഷിനായി നിധിയും കൂട്ടരും തകൃതിയായി കല്യാണാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ സുനന്ദയുടെ വീട്ടിലും അവൾക്ക് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുക. ജോലിക്ക് പോകണമെന്നുള്ള നിധിയുടെ ആഗ്രഹത്തെ തുടർന്ന് നിധിയുടെ അച്ഛൻ നശിപ്പിച്ചു കളഞ്ഞ അവളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനായി സുധീഷ് റീഅപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് ആ സംഭവം നടക്കുന്നത്. വീട്ടിലെ ഒരു മുറിയിൽ പൊടി പിടിച്ച് കൂട്ടിയിട്ടിരിക്കുന്ന പഴയ സാധനങ്ങളെല്ലാം വാരിപ്പെറുക്കി പുറത്തേക്കിട്ട് വേണ്ടാത്തതെല്ലാം ആക്രിക്കാർക്ക് കൊടുക്കാനായി അവർ തിരഞ്ഞുകൊണ്ടിരിക്കുക. പഴയ സാധനങ്ങളെല്ലാം കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നികേഷ്. അവനത് തിരയുമ്പോഴേക്കും ഒരു പഴയ ചെറിയ ബാഗ് കിട്ടുന്നുണ്ട്. അത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സുധീഷിനായി വാങ്ങിച്ച ബാഗാണെന്നും വലിയ ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ സുധീഷിനെ പുതിയ ബാഗ് മേടിച്ചെന്നും അപ്പോഴത് ഹരീഷിനെ കൈമാറിയെന്നും സുഭാഷ് അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എന്തിനാ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ അടുത്ത വർഷം നീ സ്കൂളിലേക്ക് പോകുമ്പോൾ തരാനായി വെച്ചതാണെന്നും അപ്പോൾ തനിക്ക് കുറച്ചധികം കാശ് കിട്ടിയപ്പോൾ നിനക്ക് പുതിയത് വാങ്ങിച്ചു തന്നെന്നും അങ്ങനെ അതവിടെ ഇരുന്നു പോയതാണെന്നും സുഭാഷ് പറയുന്നുണ്ട്. അവരാദ്യമായി നടക്കാൻ പഠിച്ച ഒരു കളിവണ്ടിയും അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് കാണേ അത് സൂപ്പറാണെന്നും ഇനി അവരിൽ 3 പേർക്കും ആർക്കെങ്കിലും കുട്ടികളുണ്ടായാൽ അതവർക്ക് നടക്കാൻ പഠിക്കാൻ കൊടുക്കാമെന്നും നിധി പറയുന്നുണ്ട്. ആകെ പൊടി പിടിച്ചു കിടക്കുന്ന പഴയ സാധനങ്ങളെല്ലാം നിധി പുറത്തോട്ട് വെക്കാനായി പറയുമ്പോഴേക്കും നികേഷ് അതെല്ലാം എടുത്ത് ഉമ്മറത്തേക്ക് മാറ്റിവെക്കുന്നുണ്ട്. അവരുടെ അച്ഛൻ ഭാസ്കരനും ഉമ്മറത്തെ ആ കട്ടിലിൽ കിടപ്പുണ്ട്. അപ്പോഴാണ് ഒരു പഴയ പെട്ടി തുറന്ന് അതിന്ന് പെൺകുട്ടികൾ ഇടുന്ന തരത്തിലുള്ള കുഞ്ഞുടുപ്പുകൾ നിധി എടുക്കുന്നത്. എന്താ ഇതൊക്കെ പെൺകുട്ടികളുടെ ഡ്രസ്സാണല്ലോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഹരീഷ് ഉണ്ടാവുന്നതിന് മുന്നേ പെൺകുട്ടിയാവുമെന്ന അമ്മ വിചാരിച്ചതെന്നും അങ്ങനെ വാങ്ങിക്കൂട്ടിയ കുഞ്ഞുടുപ്പുകളാണിതെന്നും സുഭാഷ് പറയുമ്പോൾ ആൺകുട്ടി ആയോണ്ടാണോ പിന്നീട് ആ ഡ്രസ്സെല്ലാം ഇവിടെ എടുത്തു വെച്ചതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ലെന്നും ഹരീഷിന് ചെറുപ്പത്തിലെ ഈ ഡ്രസ്സുകളാണ് ഇട്ടുകൊടുത്തിരുന്നതെന്നും 3 വയസ്സുവരെ അവനെ ഈ കുഞ്ഞുടുപ്പുകളും ഇടിയിച്ച് പൊട്ടുതൊടിവിച്ച് പൂവൊക്കെ വെച്ചാണ് അമ്മ കൊണ്ടു നടന്നിരുന്നതെന്നും സുഭാഷ് പറയുന്നത് കേട്ട് സുധീഷും അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. പൊടി പിടിച്ച പഴയ സാധനങ്ങളെല്ലാം അവർ ഉമ്മറത്തേക്ക് കൊണ്ടുവയ്ക്കുമ്പോഴേക്കും ഭാസ്കരൻ അവരെ വഴക്കു പറയുന്നുണ്ട്. അപ്പോഴാണ് നിധി വീണ്ടും ആ പെട്ടിയിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് കാണുന്നത്. എല്ലാം പഴയ ഫോട്ടോയാണെന്ന് സുഭാഷ് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോയല്ലേന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നിധി സുഭാഷും സുധീഷും ഹരീഷും എല്ലാം അമ്മയോടൊന്നിച്ചുള്ള ഒരു ഫോട്ടോ എടുത്തു നോക്കുന്നത്. അത് കാണാൻ സന്തോഷത്തോടെ ഹരീഷും സുധീഷും എല്ലാം ആ ഫോട്ടോ വാങ്ങിച്ചു നോക്കുന്നുണ്ട്. പിന്നീട് നിധി ആ പെട്ടിയിൽ നിന്നും ഭാസ്കരനും അവരുടെ അമ്മയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ എടുത്തു നോക്കുമ്പോഴേക്കും സുഭാഷും അത് കണ്ട് പരിഭ്രാന്തനാവുന്നുണ്ട്. സുധീഷ് സന്തോഷത്തോടെ അച്ഛനും അമ്മയുമൊത്തുള്ള ഫോട്ടോ വാങ്ങിച്ചു നോക്കുമ്പോഴേക്കും നികേഷ് സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട്. നേരത്തെ കണ്ട ഫോട്ടോയിൽ അമ്മയുടെ കൂടെ നിങ്ങൾ 3 പേരും ഉണ്ടല്ലോ, ഞാനില്ലല്ലോ എന്ന്. അതുകൾക്ക് എന്തു പറയണമെന്നറിയാതെ 3 പേരും നിൽക്കുമ്പോഴേക്കും ഹരീഷ് വരെ ആ ഫോട്ടോയിൽ ചെറിയ കുട്ടിയല്ലേ, നീ അതിനേക്കാൾ ചെറുതായതുകൊണ്ടന്ന് തൊട്ടിലിൽ കിടന്നുറങ്ങയാവും, അതുകൊണ്ടാണ് ഫോട്ടോയിൽ ഇല്ലാത്തതെന്ന് സുധീഷ് ഒരുവിധം പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. അതുകൾക്ക് സുഭാഷും ആശ്വാസത്തോടെ വിയർപ്പ് തുടയ്ക്കുമ്പോഴേക്കും നിങ്ങളുടെ അമ്മയുടെ ഒരൊറ്റ ഫോട്ടോ പോലും വീട്ടിലില്ലല്ലോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അമ്മ തനിച്ചുള്ളൊരു ഫോട്ടോ ഇല്ലെന്നും അതുകൊണ്ടാണ് ഫോട്ടോ വെക്കാത്തതെന്നും സുഭാഷ് പറയുന്നുണ്ട്. ഇതെല്ലാം എടുത്തു വെക്കുന്ന സുഭാഷ് പറയുമ്പോഴേക്കും നികേഷ് അവനെ തടഞ്ഞുകൊണ്ട് ഇനിയും കുറെ ഫോട്ടോസ് ഇതിൽ കാണാനുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തിനാ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്, വേറെ എന്തൊക്കെ ജോലിയുണ്ട് ഇവിടെ എന്ന് സുഭാഷ് പറയുമ്പോൾ സന്തോഷത്തിലല്ലേ പോകുന്നത്, ഇനിയിപ്പോ അതെല്ലാം അറിഞ്ഞ് ടെൻഷൻ ആകണമെന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുഭാഷും ഹരീഷിനോടായി ആ ഫോട്ടോയെല്ലാം എടുത്തു വെച്ച് പെട്ടിയെടുത്ത് റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറയുമ്പോഴേക്കും ഹരീഷ് പെട്ടിയടിക്കാനായി തുടങ്ങുന്നത് കണ്ട് നികേഷ് വീണ്ടും അവനെ തടഞ്ഞ് കുറച്ച് കണ്ടില്ലേ, ഇനി കുറച്ചുകൂടി ഫോട്ടോസ് അല്ലേ ഉള്ളൂ, എല്ലാം ഒന്ന് കാണണം. സുധീഷ് ഏട്ടന്റെ പഴയ ബാഗ് പോലെ ഹരീഷ് ഏട്ടന്റെ കുഞ്ഞുടുപ്പ് പോലെ എനിക്കും എന്തെങ്കിലും പൊസിഷൻ കിട്ടുമെന്ന് നോക്കണല്ലോ എന്ന് പറഞ്ഞ് നികേഷ് വീണ്ടും അതിലെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴേക്കും സുഭാഷും സുധീഷും ഹരീഷുമെല്ലാം വെപ്രാളത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നികേഷിന് ആ പെട്ടിയിൽ നിന്നും അവർ 4 പേരും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ കിട്ടുന്നത്. അവൻ സന്തോഷത്തോടെ അത് നിധിക്ക് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും കാണട്ടെന്ന് പറഞ്ഞ് സുധീഷും അവന്റെ കയ്യിൽ നിന്ന് ആ ഫോട്ടോ വാങ്ങിച്ചു നോക്കുന്നുണ്ട്. പിന്നീട് സുഭാഷ് നികേഷിനെയും എടുത്തു നിൽക്കുന്ന ഒരു ഫോട്ടോയും സുഭാഷും അമ്മയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോയും കാണുകയാണ് നികേഷ് ആ ചോദ്യം സുഭാഷിനോടായി ചോദിക്കുന്നത്. സുഭാഷ് ഏട്ടനും ഞാനുമുള്ള ഫോട്ടോയുണ്ട്, നമ്മൾ 4 പേരും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോയുമുണ്ട്, പക്ഷേ അമ്മയും ഞാനും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഹരീഷും അമ്മയും ഒത്തുള്ള ഫോട്ടോയും സുധീഷും അമ്മയും ഒത്തുള്ള ഫോട്ടോയും സുഭാഷും അമ്മയും ഒത്തുള്ള ഫോട്ടോയും എല്ലാം കാണിച്ചു കൊടുത്തോണ്ട് അമ്മയുടെ കൂടെ ഒരു ഫോട്ടോയിൽ പോലും ഞാനില്ലല്ലോ, എന്തുകൊണ്ടാ അമ്മ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാഞ്ഞെന്ന് നികേഷ് ചോദിക്കുന്നു. അതുകൾക്ക് എന്തു പറയണമെന്നറിയാതെ സമയം വൈകിയെന്ന് പറഞ്ഞ്
സുഭാഷും ഹരീഷും കൂടെ പുറത്തിട്ടിരിക്കുന്ന ആ ഫോട്ടോയെല്ലാം എടുത്ത് പെട്ടിയിൽ വെക്കുമ്പോഴേക്കും ഇനി 2-3 ഫോട്ടോ കൂടിയല്ലേ ഉള്ളൂ, അതുകൂടി നോക്കട്ടെ എന്ന് നികേഷ് പറയുന്നുണ്ട്. അതൊക്കെ പിന്നെ എടുത്തു നോക്കാം, ഇപ്പോൾ സമയമില്ലെന്ന് പറഞ്ഞ് സുഭാഷ് പെട്ടെന്ന് തന്നെ അത് എടുത്തു വെക്കാനായി തുടങ്ങുമ്പോഴേക്കും അവിടെ വേറൊരു ഫോട്ടോ കൂടി ഉണ്ടല്ലോ, അതാരുടെയെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൽ മടക്കി വെച്ച ആ ഷർട്ടിനടിയിൽ നിന്ന് അവരുടെ അമ്മയല്ലാത്തൊരു സ്ത്രീയുടെ ഫോട്ടോ നികേഷ് എടുക്കുന്നത്. അവൻ സംശയത്തോടെ അതിലേക്ക് നോക്കിക്കൊണ്ട് ഇതാരാണെന്ന് സുഭാഷിനോടായി ചോദിക്കുമ്പോഴേക്കും ആരാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് സുഭാഷ് പെട്ടെന്ന് തന്നെ ആ ഫോട്ടോ പിടിച്ചു വാങ്ങിക്കൊണ്ട് പെട്ടിയിലേക്ക് തന്നെ വെക്കുന്നുണ്ട്. അതെന്താ സുഭാഷ് ഏട്ടൻ അറിയില്ലെന്ന് പറയുന്നേ, നമ്മുടെ ഫോട്ടോയുടെ കൂടെയല്ലേ ഇവരുടെ ഫോട്ടോയും ഉള്ളത്, പിന്നെ അവരാരാണെന്ന് അറിയില്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും എന്ത് പറയണമെന്നറിയാതെ സുഭാഷും വെപ്രാളത്തോടെ ഇരിക്കുന്നത് കണ്ട് ആ ഫോട്ടോ ഇങ്ങ് തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് അത് സുഭാഷിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അവൻ അത് കണ്ട് ചിരിയോടെ ഇത് നമ്മുടെ അമ്മയുടെ അനിയത്തിയല്ലേ, നമ്മുടെ ഇളയമ്മയല്ലേ, ഇവരെ നിങ്ങൾ മറന്നുപോയോ, സുഭാഷ് ഏട്ടൻ ഇവരെ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ അവരാണെന്ന് സുഭാഷും പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. ആ സമയത്താണ് അവരുടെ അച്ഛൻ അങ്ങോട്ട് വന്ന് പഴയ ആക്രി സാധനങ്ങളെല്ലാം ഉമ്മറത്തേക്ക് വലിച്ചിട്ടിരിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുന്നത്. അദ്ദേഹത്തെ കാണാൻ നിധിയും സന്തോഷത്തോടെ പഴയ ഫോട്ടോയിൽ അച്ഛൻ വളരെ ഹാൻസം ആയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ പഴയ ഫോട്ടോയോ എവിടെ എന്ന് ചോദിച്ച് അദ്ദേഹം ആ ഫോട്ടോ വാങ്ങി നോക്കുന്നുണ്ട്. അദ്ദേഹം വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ആ ഫോട്ടോയിലേക്ക് നോക്കി സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴേക്കും എല്ലാവരുടെയും അമ്മയുടെ കൂടെയുള്ള ഫോട്ടോയുണ്ട്, പക്ഷേ എൻ്റേതില്ല, എന്തുകൊണ്ടാ എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാഞ്ഞത് എന്ന് നികേഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും വേറെ ഏതൊക്കെ ഫോട്ടോ ഉണ്ടെന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ ഹരീഷും അദ്ദേഹത്തെ വഴക്കു പറഞ്ഞ് സുധീഷിന്റെ കയ്യിൽ നിന്ന് ആ സ്ത്രീയുടെ ഫോട്ടോയും ഭാസ്കരന്റെ കയ്യിൽ നിന്ന് അവരുടെ ഫോട്ടോയും പിടിച്ചു വാങ്ങുമ്പോഴാണ് ആ സ്ത്രീയുടെ ഫോട്ടോ താഴേക്ക് വീഴുന്നത്. ഭാസ്കരൻ പെട്ടെന്ന് തന്നെ താഴേക്ക് വീണ ആ ഫോട്ടോ എടുത്ത് ടെൻഷനോടെ അതിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിൽപ്പുണ്ട്. ഈ ഇളയമ്മയെ പറ്റി നിങ്ങൾ പറഞ്ഞതേ ഇല്ലല്ലോ, ഇവരുടെ പേരെന്താന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പെട്ടെന്ന് തന്നെ ഭാസ്കരന്റെ കയ്യിൽ നിന്ന് ആ ഫോട്ടോ പിടിച്ചു വാങ്ങുന്നുണ്ട്. സുധീഷ് എന്തോ ഒരു പേര് ഇളയമ്മയുടേതായി പറഞ്ഞൊപ്പിക്കുമ്പോഴേക്കും ഈ ഇളയമ്മയെ പറ്റി ഇതുവരെ ആരും പറഞ്ഞില്ലല്ലോ, ഇവരെ പിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ അവരെ ഞങ്ങളും അങ്ങനെ കണ്ടിട്ടില്ലെന്നും കുറെ വർഷം മുമ്പേ അവർ ഈ നാട് വിട്ടു പോയതാണെന്നും അവരുമായി നമുക്കിപ്പോൾ ടച്ചേ ഇല്ലെന്നും സുധീഷ് പറയുന്നുണ്ട്. അവരുടെ അച്ഛൻ ഭാസ്കരൻ അപ്പോഴും നിർവികാരനായി ഒരേ നിൽപ്പ് തന്നെയാ. ഹരീഷ് വേഗത്തിൽ ആ ഫോട്ടോ എടുത്ത് പെട്ടിയടയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് നികേഷ് അവനെ തടഞ്ഞുകൊണ്ട് ആ പെട്ടിയിലുള്ള വേറൊരു ഫോട്ടോ പുറത്തേക്ക് വലിച്ചെടുക്കുന്നത്. കുഞ്ഞായിരുന്ന നികേഷും ആ സ്ത്രീയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോയായിരുന്നു അത്. അത് കാണെ സുഭാഷും ഹരീഷും സുധീഷുമെല്ലാം പരിഭ്രമത്തോടെ നിൽക്കുമ്പോഴേക്കും നികേഷ് ആ ഫോട്ടോ നോക്കിക്കൊണ്ട് ഇത് ഞാനല്ലേ എന്ന് ചോദിച്ച് നിധിക്ക് ചെറുപ്പത്തിലെ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നോക്കെന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഫോട്ടോയിലുള്ള സ്ത്രീയെ ചൂണ്ടി നിങ്ങളുടെ ഇളയമ്മയെ പോലെ ഉണ്ടല്ലോ ഇവരെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നികേഷും അത് ശ്രദ്ധിച്ചോണ്ട് അതുപോലെ തന്നെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് പെട്ടിന്ന് ആ സ്ത്രീയുടെ തനിയുള്ള ഒരു ഫോട്ടോ എടുത്ത് രണ്ടും തമ്മിൽ ഒത്തു നോക്കുന്നുണ്ട്. അപ്പോഴാണ് നിധി ആ സംശയം ചോദിക്കുന്നത്. ഈ ഫോട്ടോയിലുള്ള സ്ത്രീയെ കണ്ടാൽ ഒരു നോർത്ത് ഇന്ത്യക്കാരിയെ പോലെ ഉണ്ടല്ലോ, നിങ്ങളുടെ അമ്മയുടെ അനിയത്തി എന്നല്ലേ പറഞ്ഞത്, ഇവരും അവരും തമ്മിൽ ഒരു സാമ്യവുമില്ലല്ലോന്ന്. അത് കേൾക്കെ നികേഷും ഏട്ടത്തി പറഞ്ഞ പോലെ ഇവരെ കണ്ട നോർത്ത് ഇന്ത്യക്കാരിയെ പോലെ തന്നെയുണ്ടല്ലോ, ഇവരെ കണ്ട ഏതോ രാജസ്ഥാനിയോ ഗുജറാത്തിയോ പോലെ തോന്നുന്നുണ്ടല്ലോ, എന്റെ കൂടെയാണല്ലോ ഇവർ ഫോട്ടോ എടുത്തിരിക്കുന്നത്, എന്താ നിങ്ങളുടെ കൂടെയൊന്നും എടുക്കാതിരുന്നേ എന്നവൻ ചോദിക്കുന്നത് കേട്ട് സുഭാഷും സുധീഷും ഹരീഷുമെല്ലാം നിന്ന് വിയർക്കുന്നുണ്ട്. സുഭാഷും അപ്പോഴേക്കും പരുങ്ങളോടെ പറയുന്നുണ്ട് വെറുതെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാതെ അതെല്ലാം എടുത്തു വെച്ച് വേറെ എന്തെങ്കിലും പണി ചെയ്യുന്നു. സുഭാഷിനെ തടഞ്ഞ് ആ ഫോട്ടോ ഉയർത്തി ഇതാരാണെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ഇളയമ്മയാണെന്ന് നിങ്ങൾ പറഞ്ഞു, പക്ഷേ ഇവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇവരെ കണ്ട ഒരു നോർത്ത് ഇന്ത്യക്കാരിയെ പോലെയുണ്ട്, ഇവരുടെ കൂടെ നിങ്ങളൊന്നും ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ, ഞാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് ഫ്രെയിം പോലും ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് എന്ന നികേഷിന്റെ ചോദ്യം കേൾക്കെ അതുവരെ തരിച്ചു നിൽക്കുകയായിരുന്ന ഭാസ്കരനും ഉമ്മറത്തേക്ക് നടന്നു പോകുന്നുണ്ട്. നികേഷ് വീണ്ടും സംശയത്തോടെ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോഴാണ് നാട്ടുകാർ പറയുന്ന വാക്കുകൾ അവന്റെ ഓർമ്മയിലേക്ക് എത്തുന്നത്. ആദ്യത്തെ ഭാര്യയെ കൊന്നിട്ട് ഇയാൾ ജയിലിൽ പോയി, ജയിലിൽ നിന്നിറങ്ങി കുറച്ചു നാളുകൾക്ക് ശേഷം എവിടുന്നോ ഒരു സ്ത്രീയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, അവരും കുറച്ചു കഴിഞ്ഞ് ആ വീട് വിട്ടു പോയി എന്നതോർക്കെ പെട്ടെന്ന് നികേഷ് സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട് ഇതാ സ്ത്രീയാണോ എന്ന്. സുഭാഷും എന്തു പറയണമെന്നറിയാതെ ടെൻഷനോടെ നിന്ന് ഇതാ സ്ത്രീയല്ല എന്ന് പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ കള്ളമാ പറയുന്നത്, ഇതാ സ്ത്രീ തന്നെയാ, അച്ഛൻ വേറേതോ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടു വന്നെന്ന് പറഞ്ഞില്ലേ, ഇതവരല്ലേ എന്ന നികേഷിന്റെ ചോദ്യം കേട്ട് പരിഭ്രമത്തോടെ സുഭാഷ് ആ ഫോട്ടോ പിടിച്ചു വാങ്ങാനായി നോക്കുമ്പോഴേക്കും ആദ്യം സുഭാഷ് ഏട്ടൻ ഈ കാര്യം പറ എന്ന് നികേഷും. എല്ലാവരും തരിച്ചു നിൽക്കുമ്പോഴാണ് ഭാസ്കരൻ വീണ്ടും അകത്തേക്കായി വരുന്നത്. നികേഷ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന്
എന്റെ അമ്മ മരിച്ചതിന് ശേഷം നിങ്ങൾ ഒരു സ്ത്രീയെ കൊണ്ടുവന്നില്ലേ, അവരല്ലേ ഇവരെന്ന് ഫോട്ടോ ഉയർത്തി കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അച്ഛൻ ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട്, ഇവരുടെ കൂടെ എന്തിനാ എന്റെ ഫോട്ടോ എടുത്തത്, ഇവരുടെ കയ്യിലേക്ക് എന്തിനാ എന്നെ കൊടുത്തത്, എന്റെ അമ്മയുടെ കൂടെ ഒരു ഫോട്ടോ പോലും ഇല്ല, ഈ സ്ത്രീയുടെ കൂടെയുള്ള ഫോട്ടോ എന്തിനാ എടുത്തു വെച്ചിരിക്കുന്നത്, ഇവരുടെ കൂടെ നിങ്ങൾക്ക് ഫോട്ടോ എടുത്താൽ പോരായിരുന്നോ, എന്തിനാ എന്റെ ഫോട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്, നാട്ടിലെല്ലാവരും നിങ്ങൾ ഏതോ ഒരു സ്ത്രീയെ വിളിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞു, ഇപ്പോഴാ ഞാൻ ഇവരെ കാണുന്നത്, ഞാൻ എന്തിനാ ഇവരുടെ കൂടെ നിൽക്കുന്നത്, ഇവരെ കണ്ടാലേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, പറ എന്തിനാ ഈ സ്ത്രീ എന്നെ എടുത്തുള്ള ഒരു ഫോട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് നികേഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും പോടാന്ന് പറഞ്ഞ ഭാസ്കരൻ അവനെ മറികടന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും നികേഷ് വീണ്ടും അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട്, നിങ്ങളോടാ ചോദിക്കുന്നത്, ആ സ്ത്രീയുടെ കയ്യിലേക്ക് എന്നെ എന്തിനാ കൊടുത്തത്, നികേഷ് വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഭാസ്കരൻ അവനെ തള്ളി മാറ്റി പോവാൻ തുടങ്ങുമ്പോഴേക്കും നികേഷ് വീണ്ടും അദ്ദേഹത്തെ തടഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി പറ, എന്റെ അമ്മയുടെ കൂടെ എന്റെ ഒരു ഫോട്ടോ പോലും ഇല്ല, ഈ സ്ത്രീ എന്തിനാ എന്നെ അടുത്തുള്ള ഒരു ഫോട്ടോ എടുത്തു വെച്ചത് എന്ന് ചോദിച്ച് അച്ഛന്റെ ഷർട്ടിന്റെ കുത്തിനിട്ട് പിടിച്ചോണ്ട്, ഇവരിപ്പോഴും ജീവനോടെ തന്നെയുണ്ടോ, അതോ നാട്ടുകാരെല്ലാം പറയുന്ന പോലെ നിങ്ങൾ ഇവരെയും കൊലപ്പെടുത്തിയോ എന്ന് നികേഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും, നികേഷേ അച്ഛന്റെ മേലെന്ന് കൈയെടുക്കെന്ന് സുഭാഷ് വിളിച്ചു പറയുന്നുണ്ട്. നികേഷ് അപ്പോഴും പിടിവിടാതെ ചോദിച്ചതിന് മറുപടി പറ. ഭാസ്കരൻ അവന്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് അവനെ വഴക്കു പറയുന്നുണ്ട്. നികേഷേ വെറുതെ ഇരിക്കെ, എന്തിനാ ഇപ്പോ ഇതെല്ലാം ചോദിക്കുന്നെന്ന് സുഭാഷ് ചോദിക്കുമ്പോ, ഞാനിപ്പോ തെറ്റായി എന്താ ചോദിച്ചത്, ആ സ്ത്രീയുടെ കൂടെ നിങ്ങൾ ആരും ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല, എന്റെ കൂടെ അവരെന്തിനു ഫോട്ടോ എടുക്കണം, ഇവരെ കാണുമ്പോഴേ എനിക്ക് കലിപ്പാ, ആ സ്ത്രീ എന്നെ എടുത്തോണ്ട് നിൽക്കണ കണ്ടോ എന്ന് പറഞ്ഞ ഫോട്ടോ പൊക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഇവൾക്ക് ഭാസ്കരനും ദേഷ്യത്തോടെ, നിർത്തടാ, ഇഷ്ടമല്ല കലിപ്പാവുന്നൊക്കെ, നിന്റെ അമ്മ പിന്നെ നിന്നെ എടുക്കാതെ വേറെ ആരെങ്കിലും എടുത്ത് ഫോട്ടോ എടുക്കോ, അവന് കാണുന്നതേ ഇഷ്ടമല്ലെന്ന്, അവരാണ് നിന്റെ അമ്മ, നിന്നെ പ്രസവിച്ച നിന്റെ അമ്മ എന്ന് ഭാസ്കരൻ പറയുന്നത് കേട്ട് അമ്പരപ്പോടെ അമ്മയോ എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. അച്ഛന്റെ ആ വെളിപ്പെടുത്തൽ കേട്ട് എല്ലാവരും ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും, അച്ഛാ എന്താ നിങ്ങൾ ഈ പറയുന്നത്, എന്തിനാ ഇപ്പോ ഈ കാര്യം അവനോട് പറഞ്ഞത്, വെറുതെ ഇരുന്നൂടെ എന്ന് സുഭാഷും ദേഷ്യത്തോടെ അച്ഛനോടായി ചോദിക്കുന്നുണ്ട്. നികേഷ് വീണ്ടും ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട്, ആരാരുടെ അമ്മയാ എന്ന് വീണ്ടും ചോദിക്കുമ്പോ, ഇവരാണ് നിന്റെ അമ്മ, നിന്നെ പ്രസവിച്ചവൾ, അവരുടെ അമ്മ അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തില്ലേ, അതുപോലെ നിന്റെ അമ്മ നിന്നെ എടുത്തോണ്ടുള്ള ഒരു ഫോട്ടോ എടുത്തു, ഇതിലെന്ത് തെറ്റാ ഉള്ളത് എന്ന് ഭാസ്കരനും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. സുഭാഷ് വീണ്ടും അച്ഛനെ വഴക്ക് പറയുമ്പോഴേക്കും, കുറെ നേരമായി ആ സ്ത്രീ എന്തിനാ എന്നെ എടുത്തൊരു ഫോട്ടോ എടുത്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്, അവരല്ലേ അവന്റെ അമ്മ, അവന്റെ അമ്മയല്ലേ അവനെ എടുത്തോണ്ടിരിക്കുന്നത്, അല്ലാതെ വേറെ ആരുമല്ലല്ലോ എന്ന് ഭാസ്കരൻ വീണ്ടും ചോദിക്കുമ്പോ നികേഷ് അപ്പോഴും ആ ഫോട്ടോ കയ്യിൽ പിടിച്ച് ടെൻഷനോടെ അത് നോക്കിക്കൊണ്ട് നിൽപ്പാ. അവന്റെ ആ നിൽപ്പ് കണ്ട് ടെൻഷനോടെ ഹരീഷും അവന്റെ അടുത്തേക്ക് ചെന്ന് അച്ഛൻ വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാനായി തുടങ്ങുമ്പോഴേക്കും നികേഷ് അവനെ തടഞ്ഞ് ആ പെട്ടിയുടെ അടുത്തേക്ക് വീണ്ടും ചെന്ന് അതിൽ നിന്ന് അവരുടെ സിംഗിൾ ഫോട്ടോ എടുത്ത് ടെൻഷനോടെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. അവന്റെ ആ നിൽപ്പ് കണ്ട് സുഭാഷ് പെട്ടെന്ന് തന്നെ ആ 2 ഫോട്ടോയും വാങ്ങിച്ച് ആ പെട്ടിക്കകത്തേക്ക് വെക്കുമ്പോഴേക്കും, സുഭാഷ് ഏട്ടാ, നിങ്ങളുടെ അമ്മയും എൻ്റെ അമ്മയും വേറെ വേറെയാണല്ലേന്ന് നികേഷ് ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. അത് കേട്ട അവൻ്റെ അച്ഛനും, അതേടാ, അവരുടെ അമ്മ വേറെ നിന്റെ അമ്മ വേറെ, അതിലൊരു ഫോട്ടോയിൽ അവരുടെ 3 പേരുടെ കൂടെ നിൽക്കുന്നില്ലേ, അതാണ് അവരുടെ അമ്മ, നിന്നെ എടുത്തു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോ കണ്ടില്ലേ, അതാണ് നിന്റെ അമ്മ, മനസ്സിലായോ, വെറുതെ ചോദിച്ചു തന്നെ ചോദിച്ചോണ്ടിരിക്കുക എന്ന് പറയുമ്പോഴേക്കും സുധീഷും ദേഷ്യത്തോടെ അങ്ങോട്ട് ഓടി വന്ന് ഭാസ്കരനെ അടിക്കാനായി നിൽക്കുന്നുണ്ട്. ദേഷ്യത്തോടെ അടിക്കാൻ ഒങ്ങിയ കൈ പിൻവലിച്ച്, നിങ്ങൾക്കെന്താ ബുദ്ധിയില്ലേ, എന്ത് എപ്പോ എവിടെ പറയണമെന്ന് നിങ്ങൾക്കറിയില്ലേ, ഇത്ര നാളും ഇത് അവനീന്ന് ഒളിച്ചു വെച്ചതല്ലേ, ഇപ്പൊ നിങ്ങൾക്കിത് പറയേണ്ട ആവശ്യം എന്തായിരുന്നു, 2 കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായത് ഇത്ര വലിയ മഹത്വമാണോ എന്നൊക്കെ സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ, അവൻ എന്നോട് വഴക്കിട്ട് ചോദിച്ചത് കേട്ടില്ലേ, അവനോട് ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്, നിങ്ങളോടാരാ ആ ഫോട്ടോ അവനെ കാണിക്കാൻ പറഞ്ഞത്, അവന്റെ കയ്യിൽ അത് വെച്ചു കൊടുത്തിട്ട് അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പിന്നെ ഞാൻ എന്ത് മറുപടി പറയണം, സത്യമല്ലേ പറയാൻ പറ്റൂ, ചെയ്യേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തിട്ട് എന്നെ വന്ന് ചോദ്യം ചെയ്യുന്നു, എത്ര കാലം കഴിഞ്ഞാലും അറിയേണ്ട ഒരു സത്യമല്ലേ അത്, ആ സത്യം ഇന്നവൻ തിരിച്ചറിഞ്ഞത് നന്നായി എന്ന് വിചാരിച്ചാ പോരെ, ഫോട്ടോ എടുത്ത് ആ പയ്യന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭാസ്കരൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവരുടെ വഴക്കിനിടയിൽ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തിരിച്ചറിയുന്ന നികേഷ് വീണ്ടും സങ്കടത്തോടെ, ഞാൻ നിങ്ങളുടെ അനിയനല്ലേ സുഭാഷ് ഏട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. നികേഷേ, നീ എന്റെ അനിയനല്ലെന്ന് ആരാ പറഞ്ഞത്, അച്ഛൻ പറയുന്ന പോലൊന്നുമില്ല, ഞങ്ങളുടെ അമ്മ തന്നെയാണ് നിന്റെയും അമ്മ, അച്ഛൻ എന്തോ കുടിച്ചിട്ട് വിളിച്ചു പറയുന്നതാ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും, എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്, നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടുന്നത് കണ്ടാലേ അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും സത്യം അറിയാമായിരുന്നു, എനിക്കും നിങ്ങൾക്കും വേറെ വേറെ അമ്മയല്ലേ സുഭാഷ് ഏട്ടാ, എന്താ ഇതെന്നോട് ആദ്യമേ ആരും പറയാതിരുന്നത് എന്ന് നികേഷും സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം വിട്ടുകളാ,
അമ്മ വേറെയാണെങ്കിലും നീ ഞങ്ങളുടെ അനിയൻ തന്നെയാ, ഞങ്ങൾ 3 പേരും നിന്റെ ചേട്ടന്മാരും എന്ന് പറഞ്ഞ് ഹരീഷ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും താൻ അവരുടെ കൂടെ പിറപ്പില്ലെന്നറിഞ്ഞ് നികേഷ് വീണ്ടും സങ്കടത്തോടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അമ്മ വേറെയാണെങ്കിൽ എന്താ, അച്ഛൻ ഒരാൾ തന്നെയല്ലേ എന്ന് പറഞ്ഞ് സുധീഷ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നികേഷ് സങ്കടത്തോടെ നിൽപ്പ് തന്നെയാ. ഏതു നേരത്താ ഇതെല്ലാം ചെയ്യാൻ തോന്നിയേ? ഈ ഫോട്ടോ എല്ലാം എടുത്ത് ഉള്ളിലേക്ക് വെക്ക്, ഇത് കാരണമാ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് എന്ന് സുഭാഷ് ഹരീഷിനോടായി പറയുമ്പോൾ ഹരീഷ് ആ പെട്ടിയെടുത്ത് അകത്തോട്ട് വെക്കുന്നുണ്ട്. ആകെ തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നികേഷിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് സുഭാഷും ഹരീഷും പുറത്തോട്ട് പോകുമ്പോഴേക്കും നികേഷും അവരെ ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട്. അകത്തുനിന്ന് ആ കാഴ്ച കാണുന്ന സുധീഷും നിധിയോടായി പറയുന്നുണ്ട്, ഈ സത്യം അവനൊരിക്കലും അറിയരുതെന്ന് വിചാരിച്ചതാ. അമ്മ മരിച്ചതിനു ശേഷം അച്ഛൻ ജയിലിലേക്ക് പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞാ വന്ന ഉടനെ തന്നെ ഞങ്ങളെ ഇവിടെ തനിച്ചാക്കി അച്ഛൻ ലോറിയുമെടുത്ത് എങ്ങോട്ടോ പോയി. പിന്നെ കുറെ കാലത്തേക്ക് വന്നതേയില്ല. അച്ഛനിനി തിരികെ വരില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം അച്ഛൻ വരുന്നത്. കൂടെ നികേഷും അവന്റെ അമ്മയും ഉണ്ടായിരുന്നു. നികേഷ് അന്ന് കൈക്കുഞ്ഞായിരുന്നു. അവരാരാണെന്നോ എന്താണെന്നോ ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങളുടെ ആ സമയത്തെ മാനസികാവസ്ഥ ഇയാൾക്കറിയാമല്ലോ. അന്ന് തൊട്ട് അച്ഛനെ കാണുന്നത് എനിക്കിഷ്ടമല്ല. ഞങ്ങളുടെ അമ്മയെ കൊലപ്പെടുത്തി വേറൊരു സ്ത്രീയെ വിളിച്ചു കൊണ്ടുവന്നത് കാണേ ഞങ്ങൾക്കും വെറുപ്പായിരുന്നു. വന്ന അന്ന് തൊട്ടേ നികേഷിനെ ഞങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു. അവനന്ന് കൈക്കുഞ്ഞായിരുന്നു. അവന് ഞങ്ങൾക്ക് എങ്ങനെ വെറുക്കാൻ കഴിയും? ആരുമില്ലാതെ തനിച്ചായി പോയ ഞങ്ങൾക്ക് അവന്റെ ചിരിയും വർത്തമാനവുമെല്ലാം ആശ്വാസമായി. അയാൾ ചെയ്ത തെറ്റുകൾക്ക് ഇവൻ എന്തു പിഴച്ചു? എന്താ കാര്യമെന്നറിയില്ല. അവന്റെ അമ്മയും കുറച്ചു നാളുകൾക്കു ശേഷം ഈ വീട് വിട്ടു പോയി. നികേഷിനെ തനിച്ചാക്കി. അമ്മ ഉപേക്ഷിച്ചു പോയതറിയാതെ കൈക്കുഞ്ഞായ അവനും വളർന്നു. അവൻ അറിവായ കാലത്ത് ഇതെല്ലാം പറയണമെന്ന് ഞങ്ങളും ചിന്തിച്ചില്ല. അന്നു മുതൽ ഇന്നുവരെ ഞങ്ങളെല്ലാം അവന്റെ ചേട്ടന്മാരാണെന്ന് പറഞ്ഞ് അവനെ വളർത്തിയത്. ഈ സത്യം ഒരിക്കലും അവൻ തിരിച്ചറിയരുതെന്ന് ഞങ്ങളും ആഗ്രഹിച്ചു. അവനൊരു പാവമാ, അവന്റെ കരച്ചിൽ കണ്ടില്ലേ എന്ന് സുധീഷും സങ്കടത്തോടെ നിധിയോടായി പറയുന്നുണ്ട്. സുഭാഷിനെയും ഹരീഷിനെയും ചേർത്ത് പിടിച്ചുള്ള നികേഷിന്റെ ആ കരച്ചിൽ കാണുകെ സുധീഷും അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരെ ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട്. സങ്കടത്തോടെ കരഞ്ഞ് നിധിയും ആ കാഴ്ച നോക്കി നിൽക്കെ, ഞാൻ നിങ്ങളുടെ അനിയനല്ല അല്ലേ എന്ന് നികേഷ് വീണ്ടും അവരോടായി ചോദിക്കുന്നുണ്ട്. ആരാ പറഞ്ഞത് നീ ഞങ്ങളുടെ അനിയനല്ലെന്ന് എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും, ഞങ്ങൾ 3 പേരുടെയും ജീവൻ നിലയ്ക്കുന്നവരെ നീ ഞങ്ങളുടെ അനിയൻ തന്നെയാ എന്ന് പറഞ്ഞ് ഹരീഷും അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.